അതെ, നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. എങ്ങോട്ടെ 3 തവളകൾ കിടക്കുന്നുണ്ടോ? കണ്ടോ? ആ സൈഡിൽ ഒരു തവള, ഏറ്റവും മൂത്ത തവള ഇതാണ് കേട്ടോ. പിന്നെ ആ തവള, പിന്നെ എന്റെ നടുക്കൊരു കുഞ്ഞു തവള കിടപ്പുണ്ട്. കാണുന്നുണ്ടോന്ന് അറിയത്തില്ല. കാണുന്നുണ്ടോ? എത്ര നേരമായിരുന്നു ആ തവളേനെ കൊണ്ട് ഉമ്മാര് കളിക്കാൻ തുടങ്ങിയിട്ട്. ഇതെന്നാടെ ഈ തവളേനെ കൊണ്ട് നിങ്ങളിങ്ങനെ നടക്കുന്നേ? 3 പേരും കാറ്റ് കൊള്ളാൻ കിടക്കുക പാറപ്പുറത്ത്. കണ്ടോ? ആ, ഇതൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും. ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ, ഇവരുടെ ഭാഷയാണ്. 3 ആളുകൾ നിരന്ന് കിടക്കാണ് കാറ്റ് കൊള്ളാനായിട്ട് പാറപ്പുറത്ത്. കൊറേ നേരമായി ഈ തവളേനെ വെച്ചോണ്ട് എന്തെല്ലാം പരിപാടിയായിരുന്നെന്ന്. അതിനെ വെള്ളത്തിലിടുക, പിന്നെ സൈക്കിളിന്റെ മറ്റേ പെൻഡുലല്ലേ ചവിട്ടുന്ന, പെൻഡുല എന്നല്ല പറയാ, അതിന് മുകളിൽ വെച്ചിട്ട് കറക്കുക, പിന്നെ വെള്ളത്തിലിടുക, പിന്നെ കാറിന് മുകളിൽ കയറ്റിയിട്ട് മുകളിലോട്ട് എറിഞ്ഞിട്ട് ഇങ്ങനെ വീഴുന്ന, പ്ലക്കേന്ന് പറഞ്ഞ് വീഴുന്നത്, അതൊക്കെ പിടിക്കുക. എന്തൊക്കെ പരിപാടിയാ. അവസാനം ആ തവള ചത്തില്ലേ? ചത്തുപോയി. എന്നിട്ട് അതുങ്ങളെ ചത്തിട്ടും വിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഉണക്കാൻ കൊണ്ടിട്ടേക്കാൻ കാറ്റ് കൊള്ളിക്കാൻ പാറയുടെ പുറത്ത്. എനിക്ക് വേണ്ട. ആ, ചെറിയ ജീവനുണ്ടെന്നാ പറയുന്നത്, ചത്തിട്ടില്ല കേട്ടോ. കാണിച്ചു കൊടുക്കാൻ തിരിച്ച് കാണിച്ചു കൊടുത്താ. എന്നെ കയ്യിലിട്ടെന്റെ ദൈവമേ, വിഷമൊന്നുമല്ലെന്ന് വിചാരിക്കും. ഇതുണ്ട്, ഇതെന്നാ തവള ഇതിനെന്നാ പറയുന്നേ? എന്നാടാ തവളയുടെ പേര്? എന്നതാ? ബൊനേക്ക കമ്പലാവു. ഓ, കമ്പലാവു അല്ല, അമ്പലാവു. ആ, എന്തെങ്കിലും ഒന്നാവട്ടേന്ന്. ഇപ്പൊ തവള വീഡിയോ ആയിട്ട് ടാറ്റ.